ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു നിയമം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്താണ് ഈ നിയമം എന്ന് പറഞ്ഞാൽ, ഈ ഒരു നിയമത്തെ പറയുന്നത് 36 hours റൂൾസ് എന്നാണ്. ഇത് പഴയ കാലത്ത് നമ്മുടെ 2021 വന്ന ഒരു ഭേദഗതി തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്, കുറച്ചുകൂടെ ഈ നിയമത്തെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അവിടെ അവതരിപ്പിക്കുകയാണ്. എന്താ 6 hours റൂൾസ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ 36 hours റൂൾസ് എന്ന് പറയപ്പെടുന്നത് റൂൾസ് 3 സബ് റൂൾ 1 ക്ലോസ് ബി എന്ന് പറയപ്പെടുന്ന ഒരു സെക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു യൂട്യൂബിൽ എന്ന് തന്നെയല്ല, എനി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിനെ അനുപാതമായിട്ടാണ് ഈ റൂൾസ് പ്രവർത്തിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, രാജ്യദ്രോഹമായിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോസ് ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ 36 മണിക്കൂറിനുള്ളിൽ 36 മണിക്കൂറിനുള്ളിൽ അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അർപ്പിച്ച് അതിനെതിരെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ അതിനെതിരെ ഈ സോഷ്യൽ മീഡിയക്കെതിരെ ഒരു റൂൾസ് പറയുമ്പോൾ 36 മണിക്കൂറിനുള്ളിൽ ആ ഉള്ളടക്കം ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു നിയമം വരുന്നത് 2025 ഡിസംബർ 15 മുതൽ ഈ ഒരു നിയമം നിലവിൽ വരികയാണ് എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ, രാജ്യസുരക്ഷയ്ക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിയമ നടപടി എടുക്കാൻ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സർക്കാരിന് പറ്റും എന്നുള്ളതാണ്. മറ്റൊന്ന് ജനസുരക്ഷ, ഇനിയൊന്ന് കുട്ടികൾക്കെതിരെയുള്ള അബ്യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഒറ്റ വിഭാഗത്തിൽ പെടുന്ന, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന ഒരു ജനസമൂഹത്തെ, അതിപ്പോൾ എങ്ങനെയാണ് പറയുക, ചില കുലം മതം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അത്തരക്കാരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടോ അത്തരക്കാരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടോ ചെയ്യുന്ന വീഡിയോസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ക മതവെറിയായിട്ടോ കുലവെറി എന്നൊക്കെ പറയാം. ഇത്തരത്തിൽ കുലത്തെയോ മതത്തെയോ ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് വരുന്ന വീഡിയോസുകൾക്കും ഇതേപോലെ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും എനി സോഷ്യൽ മീഡിയ ആയാലും അതിനെതിരെ നിയമ നടപടി എടുത്തു കഴിഞ്ഞാൽ 36 മണിക്കൂറിനുള്ളിൽ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു നിയമം. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയമുണ്ടോ, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത്. ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കെതിരെ ഇതുപോലത്തെ ഒരു അപകീർത്തിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ നേരിട്ടിട്ട് സർക്കാരിനെ അറിയിക്കുക. സർക്കാരിന്റെ വേണ്ടപ്പെട്ടവർ നേരിട്ടിട്ട് യൂട്യൂബിനെ അത് അറിയിക്കുന്നു, അവരത് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഏത് അണ്ടനും അടങ്ങോടനും ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അവിടെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇത് നടക്കൂ എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന് ഒരുപാട് എന്താ പറയുക, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഉണ്ടാവും. ഒന്നാമത്, കുറച്ച് കയ്യൂക്കുള്ളവൻ കാര്യക്കാരം എന്ന് പറയപ്പെടുന്നത് പോലെ ചില വീഡിയോസ് ഒക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമാക്കാനൊക്കെ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് അവർക്കെതിരെ ഒരു വീഡിയോസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ എതിരാണെന്ന് പറഞ്ഞ് അവർക്കത് ഈസിയാണ് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ. എന്നാൽ നമുക്ക് അത് കൺവിൻസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ നിയമം നമുക്ക് അനുശാസിക്കുന്ന നമുക്കൊരു പൗരന്റെ ധർമ്മം എന്നുള്ളത്, നമ്മുടെ എന്താ പറയുക, എതിർപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിഷേധിക്കാനുള്ള നമ്മുടെ അവകാശത്തെ ഇവിടെ ഇത് തടയിടുമോ എന്നുള്ളത് പ്രധാനമായും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതവിടെ ശരിയാണ്, പലപ്പോഴും നിയമത്തിന്റെ മുകളിലേക്ക് ഇത് വരുമ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഇത് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നിയമം ഇത്തരത്തിൽ ഡിമെറിറ്റ്സ് ആയി കണക്കാക്കപ്പെടാം. ഇനി ഇതിനൊക്കെ മുകളിൽ മുതലാളിത്തം എന്ന് പറയുന്ന വലിയൊരു സംഭവമുണ്ട്. അത് ഞാൻ ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത്, നേരിട്ട് ഇത് അമേരിക്കയിലൊക്കെ എടുത്തു പറയുമ്പോൾ, ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു റൂൾസ് ഇറക്കി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും എത്രത്തോളം അത് ഫോളോ ചെയ്യണം എന്നുള്ളത് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള യൂട്യൂബിന് അതൊരു എത്രത്തോളം എങ്ങനെ അവരത് എടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ 36 hours റൂൾസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതായത് ഈ ഒരു നിയമം നവംബർ 15 മുതൽ സ്റ്റാർട്ട് ആവുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളും വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ചൊക്കെ വീഡിയോസ് ഇടുക എന്ന് മാത്രം. നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.